അങ്ങനെ പുറപ്പെട്ട ഓരോരോ ലോകങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, അവിടെ ഒരാൾത്തറയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. വാൽത്തറയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരെ അവിടെ അങ്ങോട്ട് ചെന്ന് ആൽപ്പാൽത്തറയിലിരുന്നു. അപ്പം നേരെ ഭഗവാൻ പോയിട്ട് നേരെ ആ മനുഷ്യനെ ഒന്നിങ്ങനെ തൊഴുതു എന്നാണ്. അപ്പം നാരദന് അനുഭവം, ഭഗവാൻ പോയിട്ട് ഈ മനുഷ്യനെ ആൽത്തറയിലിരിക്കുന്ന ഭഗവാനെ തൊടാൻ കാരണം എന്താണ്? നാരദൻ ചോദിച്ചു, എന്താണ് ഭഗവാനെ അങ്ങ് തൊടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ഒരു ഭാഗവത ആചാര്യനാണ് എന്ന് പറഞ്ഞു. ഒരു ഭാഗവത ആചാര്യൻ, അതുകൊണ്ടാണ് തൊഴുന്നത്. പിന്നെ വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ പുറപ്പെട്ട് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്നിപ്പോൾ അവിടെ ആൽത്തറയിൽ ഒരാളിങ്ങനെ ഇരിപ്പുണ്ട്. വെറുതെ ഇങ്ങനെ സാധാരണ മനുഷ്യൻ ഇരിപ്പുണ്ട്. അപ്പോൾ നേരെ എന്ത് ചെയ്തു, ഭഗവാൻ നേരെ പോയിട്ട് ഒന്ന് കാല് തൊട്ട് തൊഴുതു എന്നാണ്. അപ്പോൾ കാല് തൊട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് പ്രത്യേകത, ആ മനുഷ്യൻ ആരാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നിരവധി ഭാഗവതം വായിച്ച ആളാണ്, സപ്താഹത്തെ ഭാഗവതം പാരായണം ചെയ്യുന്ന ആളാണ്, സപ്താഹ സദസ്സുകളിങ്ങനെ ഭാഗവതം പാരായണം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവിടേക്ക് പാദം തൊട്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ട് പോയി. പിന്നെ പോയി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ സച്ചിരിച്ച് കുറേക്കും വേറെ സ്ഥലത്ത് നിന്നപ്പോൾ എന്താണ്, അവിടെ വേറെ ആളിൽ പോയി. അവരാൾത്തറയിൽ ഇരിക്കുന്ന സാധുവായിരിക്കുന്ന മനുഷ്യൻ കണ്ട വലിയ ബാഹാന്യൊന്നുമില്ല കണ്ടാലും. അപ്പോൾ അദ്ദേഹത്തിന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു എന്നുള്ളത്. അപ്പോൾ നേരെ നാരദൻ ചോദിച്ചു, എന്താണ് ഭഗവാനെ ഈ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യാൻ കാരണം? അദ്ദേഹം നിരവധി സപ്താഹങ്ങൾ കേട്ട ആളാണ്, അതാണ്. നിരവധി ഭാഗവത സപ്താഹങ്ങൾ ശ്രവിച്ച ആളാണ്, അതാണ് ശ്രവണ മാഹാത്മ്യം. അപ്പോൾ ഭാഗവത സപ്താഹം കേൾക്കുന്തോറും നമുക്ക് ഇങ്ങനെ നമ്മുടെ ചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പാരായണം ചെയ്യുന്നതിനേക്കാൾ കൂടുതലും ആചാര്യസ്ഥാനത്ത് നിന്ന് കഥ പറയുന്ന ആളേക്കാൾ കൂടുതലും ഭാഗവത ശ്രവണത്തിനാണ് പ്രാധാന്യം. അതാണ് നമ്മൾക്ക് കലികാലത്തിൽ പറയാം. അപ്പോൾ സാധാരണഗതിയിൽ ആധ്യാത്മിക തൃകം എന്നാണ് അതിന് നേരെ പറയാം. ആധ്യാത്മിക തൃകം ശിവമഹാപുരാണത്തിൽ അങ്ങനെ പറയാം. ആധ്യാത്മിക തൃകം ആണ് നമുക്ക് വേണ്ടത്. എന്താണ് തൃകം? 3 കാര്യങ്ങൾ. അപ്പോൾ ശ്രവണം, മനനം, ധ്യാനം, ഇതാണ് തൃകം. ശ്രവണം, മനനം, ധ്യാനം. പക്ഷേ മനനം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, കാരണം ചിന്തിക്കണം. എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റില്ല. മന്ദബുദ്ധികളാണെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിക്ക് വികാസം ഒന്നും ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് വേണം മനനം, കീർത്തനം, ധ്യാനം, അങ്ങനെ അത് 3ആണ്. അപ്പോൾ അത് തൃക. മനനം, അപ്പോൾ ശ്രവണം, അപ്പോൾ കേട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? കീർത്തിക്കണം. കേട്ട കാര്യത്തെ കീർത്തിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ അതിൽ തന്നെ ഉറച്ചിരിക്കുക. ധ്യാനം വെച്ചാൽ നേരെ ഉറച്ചിരിക്കലാണ്, ഭഗവാന്റെ ഉറപ്പിക്കുക. അപ്പോൾ ശ്രവണം, കീർത്തനം, ധ്യാനം എന്നാണ് പറയാം. ഇതാണ് ആധ്യാത്മിക തൃകം. അപ്പോൾ കലികാലത്തിൽ ഇതാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ശ്രവണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രവണം ചെയ്യണം. പിന്നെ നമുക്ക് മനസ്സിലാക്കാത്ത കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരെ മനനം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് വിചിന്തനം സാധിക്കാത്തത് അത് കീർത്തിച്ചാൽ മതി. അപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ അപ്പോൾ നേരെ നമോസ്തുതേ മഹായോഗി. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ നേരെ പ്രണമ്മ. അപ്പോൾ നമോസ്തുതേ മഹായോഗി എന്ന് പറഞ്ഞാൽ കൃഷ്ണ മഹായോഗ ഭക്താനം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ കൃഷ്ണൻ്റേതായിരിക്കുന്ന ഏത് കാര്യങ്ങൾ പറയുമ്പോഴും ആ നാമം നമ്മൾ ഉരുവിട്ടാൽ മതി എന്നാണ് പറയുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അറിഞ്ഞില്ലെങ്കിലും എന്ത് വേണം, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അതങ്ങോട്ട് ഉരുവിട്ടാൽ മതി. അതാണ്